സമാധാനമാണോ ചോദിച്ചാൽ സമാധാനമൊന്നുമില്ല, ആശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ആശ്വാസവുമില്ല. പക്ഷേ എന്തോ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയ ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥ എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ കഴിയില്ല. അരുൺ, നമ്മൾ എത്രയാണ് 72 ദിവസങ്ങൾക്ക് മുൻപ് അവിടെ ദിവസങ്ങളോളം നമ്മൾ ഒരുമിച്ച് നിന്നതാണ്. നമ്മൾ മാത്രം മാധ്യമപ്രവർത്തകർ ഒരുമിച്ച് നിന്നതാണ്. ഈ പറഞ്ഞ തെരച്ചിലൊക്കെ നടത്തിയതാണ്. ആ സമയത്തൊക്കെ നിരാശ 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 എന്ന വാർത്ത മാത്രം നൽകാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞും പിന്നെ വയനാട് സമയം ഉണ്ടായി. അത് കഴിഞ്ഞുള്ള പരിശോധന നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ കഴിഞ്ഞിരുന്ന വാർത്ത നിരാശ എന്ന വാർത്ത മാത്രമായിരുന്നു അരുൺ ഈ ദിവസങ്ങളിൽ അത്രയും. ഇന്നും യഥാർത്ഥത്തിൽ നിരാശ എന്ന വാർത്തയെ നൽകാൻ കഴിയുന്നുള്ളൂ. എങ്കിൽ കൂടിയും അവിടെ മനാഫ് ഈ ദിവസങ്ങൾ അത്രയും ബാക്കി എല്ലാവരും മടങ്ങുമ്പോഴും മനാഫ് എന്ന് പറയുന്ന ലോറി ഉടമ അവിടെ നിൽക്കുന്നുണ്ട്. AK അഷ്റഫ് എന്ന് പറയുന്ന മഞ്ചേശ്വരം MLA ഈ പറയുന്ന ഫോളോ അപ്പുകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ കാർവാർ MLA അദ്ദേഹത്തിൻ്റെ മറ്റു യാതൊരു നിക്ഷിപ്ത താല്പര്യങ്ങളുമില്ല, അദ്ദേഹം ഇടപെടൽ നടത്തുന്നുണ്ട്. അവിടുത്തെ ജില്ലാ ഭരണകൂടം. അങ്ങനെ ഈ സമയം നമ്മൾ ഓർക്കേണ്ട കുറേയധികം മനുഷ്യർ കൂടിയുണ്ട് അരുണല്ലേ? അതുതന്നെയാണ് മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ലോറി കണ്ടെത്തി എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഷിരൂരിൽ കേരളം ഒന്നാകെ തേടിക്കൊണ്ടിരുന്ന ചോദ്യമായിരുന്നു, എവിടെയാണ് അർജുൻ്റെ വണ്ടിക്ക് എന്ത് സംഭവിച്ചു? ഇത്ര ദിവസമായിട്ടും ഒരു വാഹനം ആദ്യഘട്ടം മുതൽ നമ്മളിവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ സംഘം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ ദൗത്യത്തിന്റെ ഭാഗമായവരും ഇതിനൊരു നമ്മൾ തേടുന്ന ഉത്തരത്തിന് അതിനുവേണ്ടി പ്രവർത്തിച്ചവരെ സംബന്ധിച്ചെല്ലാം നമുക്ക് അറിയാം. അതിൽ ചില പേരുകളാണ് ഇപ്പോൾ ഹാഷ്മി ചൂണ്ടിക്കാണിച്ചത്. അതിൽ കാർവാർ MLA ഉൾപ്പെടെയുള്ളവരുടെ പേരുകളുണ്ട്. അവരുടെ പ്രയത്നം അല്ലെങ്കിൽ അവർ നമ്മളെ ചേർത്തു പിടിച്ചത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത്തരം പേരുകൾ നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്തായാലും ആ ചോദ്യത്തിന് ഒരു ഉത്തരം ലഭിക്കുകയാണ്. കഴിഞ്ഞ 2 മാസത്തിലേറെയായി നേരത്തെ ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘട്ടങ്ങളിലായി ഈ ദൗത്യം നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രതികൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളെയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഇത് പൂർണ്ണമായും അവസാനിപ്പിക്കരുത് എന്ന കാര്യം അർജുൻ്റെ കുടുംബവും അതോടൊപ്പം തന്നെ കേരളമാകെ ചോദിച്ചിരുന്നു. ഒരു അതായത് ഏതെങ്കിലും ഒരു കുറച്ചു ദിവസം ഷിരൂരിലെ വാർത്തയിൽ ഒരു ഇടവേള ഉണ്ടായാൽ പോലും കേരളത്തിലെ ജനങ്ങൾ എന്താണ് സംഭവിച്ചത്, എന്താണ് അപ്ഡേഷൻ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യമുള്ള അത്രത്തോളം കേരള ജനതയുടെ മനസ്സിനൊപ്പം ഈ ഷിരൂരിലെ ഈ സംഭവം ഉണ്ടായിരുന്നു. അർജുൻ എന്ത് സംഭവിച്ചുവെന്ന് അറിയാൻ കേരളത്തിലാകെയുള്ളവർക്ക് താല്പര്യമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെന്ന് അർജുൻ്റെ കുടുംബം മാത്രമല്ല കേരളമാകെ ആഗ്രഹിച്ചിരുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത്. പല ഘട്ടങ്ങളിലെ പല പ്രതിസന്ധികൾ മറികടന്ന് 3 തവണയായി തെരച്ചിൽ നിർത്തിവെച്ച് അങ്ങനെ വീണ്ടും ദൗത്യം തുടങ്ങി, ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടങ്ങി. അതിലും ആദ്യഘട്ടത്തിൽ ഫലമില്ലാതെ നിരാശയോടെ മടങ്ങേണ്ടി വരും എന്ന് കരുതിയിടത്തുനിന്നാണ് ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായി ഇത് സംഭവിക്കുന്നത്. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തന്നെ CP2-വിൽ ഇത്തരത്തിലൊരു സാന്നിധ്യം ലഭിച്ചു എന്ന സൂചനകൾ രാവിലെ തന്നെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണം അത് കൺഫേം ചെയ്യുകയാണ് ഇപ്പോൾ ആ ലോറി ഭാഗം, അതായത് അർജുൻ്റെ ലോറി ഭാഗം ഉയർത്തിയെടുത്ത് അതിൽ നിന്ന് ഈ മൃതദേഹാവശിഷ്ടം പുറത്തെടുത്തിരിക്കുകയാണ്. അത് അല്പസമയത്തിനകം കരയിലേക്ക് മാറ്റുകയും ചെയ്യും. അപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെയാണ്, ഏതെങ്കിലും ഒരു ശതമാനം പോലും നമുക്ക് സമാധാനിക്കാൻ കഴിയില്ല, സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയില്ല. അത് നേരത്തെ മനാഫൊക്കെ പറഞ്ഞ പോലെ സമാധാനിക്കേണ്ട സമയം അല്ലെങ്കിൽ പോലും മനാഫ് എന്ന വ്യക്തി ഈ ദിവസങ്ങൾ അത്രയും ഷിരൂർ നിൽക്കുകയായിരുന്നു. നമ്മൾ അവിടുന്ന് വയനാട് നിൽക്കുമ്പോഴും മനാഫ് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ വയനാടിന്റെ വേദന പറയുമ്പോൾ തന്നെ മനാഫ് അവിടുത്തെ തെരച്ചിൽ ഒന്നും ആവാത്തതിൻ്റെ സങ്കടം കൂടി പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഈ ദിവസങ്ങളൊക്കെയും ഈ ലോറി ഇപ്പം മനാഫ് ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട്, അർജുന് എൻ്റെ മുകളിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു, എന്തു പറ്റിയാലും ഞാനുണ്ട് എന്നാണ് മനാഫ് പറയുന്നത്. ഞാൻ കുടുംബത്തോടുള്ള വാക്ക് പാലിച്ചിരിക്കുകയാണ്, അവൻ്റെ വീട്ടിലെത്തിക്കണം, അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കണം, വണ്ടി പൊന്തിച്ച് അവനെ ഇറക്കി എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കി വീട്ടിലെത്തിക്കണം, എനിക്ക് വണ്ടിയും വേണ്ട, തടിയും വേണ്ട, ഒന്നും വേണ്ട എന്ന് വൈകാരികമായി മനാഫ് പറയുന്നതിൽ തരിമ്പ് പോലും കാപട്യമില്ല എന്നുള്ള കാര്യം നമുക്ക് അദ്ദേഹത്തെ ഒരുപാട് നാൾ അടുത്ത് നിന്ന് കണ്ടതിൻ്റെ, അതിനുശേഷം നിരന്തരം ഈ വിഷയം പറഞ്ഞ് ഫോണിൽ വിളിക്കുന്നതിൻ്റെ അനുഭവത്തിൽ ഉറപ്പായും പറയാൻ കഴിയും. ജമ്മു ഒരു അത്രത്തോളം നല്ല ഹൃദയത്തിൻ്റെ ഉടമയാണ് മനാഫ് എന്ന കാര്യത്തിലൊരു തർക്കവും അക്കാര്യത്തിലില്ല. എന്തായാലും നമ്മൾ ആ ദിവസത്തെ വാർത്താദിനങ്ങളിലൊന്നിൽ, വൈകാരികമായ വാർത്താദിനങ്ങളിലൊന്നിൽ കർണാടക സർക്കാർ ആദ്യ നിമിഷം ആക്ട് ചെയ്യുന്നില്ലേ എന്ന സംശയമുണ്ടായ വാർത്താദിനങ്ങളിലൊന്നിൽ ഒരുപാട് പ്രേക്ഷകർ പങ്കുവെച്ച നമ്മുടെ ഒരു എൻകൗണ്ടർ പ്രൈമിൻ്റെ ഇൻട്രോ ഉണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞു നിർത്തുന്നത് തീയിൽ കുരുത്തവനെ അർജുനെ കരുത്തോടെ കയറിവ എന്നുള്ളതായിരുന്നു. അത് സംഭവിച്ചില്ല. അത് എൻ്റെ മാത്രം ആഗ്രഹമായിരുന്നില്ല, അത് കേരളത്തിന് ഒന്നാകെയുള്ള പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥന, അർജുന് വേണ്ടി പ്രാർത്ഥിക്കാത്ത വീടുകൾ ഒരുപക്ഷെ കേരളത്തിൽ ആ ദിവസങ്ങൾ ഉണ്ടാവില്ല.
അർജുൻ എവിടെ എന്ന് ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും ആലോചിക്കാത്ത കുടുംബാംഗങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ അതിശയോക്തി പറയുന്നതല്ല, അതങ്ങനെ തന്നെയായിരുന്നു. കാരണം അർജുൻ എന്ന് പറയുന്ന ആ യുവാവ് കേരളത്തിൻ്റെ എല്ലാ വീട്ടകങ്ങളിലെയും എല്ലാ വീടുകളിലെയും ഒരു അംഗത്തെ പോലെയായിരുന്നു. അതുകൊണ്ട് അർജുനെ പറ്റിയുള്ള ആശങ്കകൾ, അർജുനെ പറ്റിയുള്ള പ്രാർത്ഥനകൾ, ധാർമ്മിക രോഷങ്ങൾ, അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ വൈകുന്നു എന്നുള്ള പ്രതിഷേധങ്ങളൊക്കെ നിരന്തരം നമ്മുടെ ഫോണിലേക്കൊക്കെ ഇവരൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു, ഇവരൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ വല്ലാതെ വൈകി അർജുൻ ഇനി ജീവനോടെ തിരികെ എത്തില്ല എന്ന് നമുക്ക് മനസ്സുകൊണ്ട് ഉറപ്പിക്കാൻ കഴിയുന്ന സമയത്ത് പോലും അങ്ങനെയല്ല, ഹോപ്പിംഗ് അഗൻസ്റ്റ് ഹോപ്പ് എന്ന് പറയുന്ന പോലെ അർജുൻ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകാം. അർജുൻ പോയ വഴിയിൽ തെറിച്ച് ഏതെങ്കിലും കാട്ടിലൊക്കെ പോയിട്ടുണ്ടാകും, കാട്ടിൽ ആരുടെയെങ്കിലും വീട്ടിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടാകും എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ പലരും നമ്മളോട് ഫോണിൽ പറയുന്നൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകും. ആ പോസിബിലിറ്റിയെക്കുറിച്ച്, ആ പ്രോബബിലിറ്റിയെക്കുറിച്ച് തന്നെ അവർ ആലോചിച്ചുകൊണ്ടിരുന്നു. അർജുൻ ജീവനോടെ, അത്ഭുതകരമായ അർജുൻ ജീവനോടെ തിരിച്ചു വരാനുള്ള ഒരു പ്രോബബിലിറ്റിയെ പറ്റി അവർ നമ്മളടക്കം ആലോചിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അത് ദൗർഭാഗ്യവശാൽ അത് സംഭവിക്കുന്നില്ല. അർജുൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 70 ദിവസങ്ങൾക്ക് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷയില്ലാത്ത എത്ര ദിവസങ്ങൾ നമ്മൾ കടന്നുപോയി.